വടകരയിൽ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ട സമയം മണിക്കൂറുകളെ ബാക്കിയുള്ളൂ. ഇപ്പോൾ CPM വളരെ മോശമായ രൂപത്തിൽ, നമ്മൾ ഒരു സ്ഥലത്തും കാണാത്ത രൂപത്തിലുള്ള വർഗീയ പ്രചരണം അഴിച്ചുവിടുകയാണ്. തോൽവി ഉറപ്പിച്ചപ്പോൾ തോൽവി ഉറപ്പാണ് എന്ന് അവർക്ക് ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ അവർക്ക് കിട്ടിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ തോൽവി ഉറപ്പിച്ച ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിനെ മറികടക്കാനാണ് ഇപ്പോൾ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിലുള്ള വർഗീയ പ്രചരണം, ഇവിടെ കലാപമുണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ വളരെ മോശമായ പോസ്റ്റുകൾ കൊടുക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വേണു നേരത്തെ കേസ് കൊടുത്തു. വടകരയിലെ വോട്ടർമാര് നിരോധിത മത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമായ SDPIക്കൊപ്പം വോട്ട് തേടുന്ന ഷാഫി പറമ്പിലിന് നമ്മൾ എന്തിന് വോട്ട് ചെയ്യണം? അതായത് ഇത് ഷാഫിയുടെ ഫോട്ടോ, SDPIയുടെ ഫോട്ടോ, ഷാഫി ഇവരുടെ ആ ഫ്ലാഗിന്റെ ചിഹ്നമൊക്കെ ഇത് ചെയ്തുകൊണ്ട് ഒരു ഷാൾ ഇട്ടുകൊണ്ടാണ്. അപ്പോൾ ഇത് സ്ഥിരമായി ഇവർ ചെയ്യണം. അതിനുശേഷം ഇപ്പോൾ വേറൊരു ഇത് ചെയ്തിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, എന്തൊരു വർഗീയതയാണോ KK ലതികയാണ്, XMLA പോസ്റ്റാണ്. ഇതെന്താണ്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മുടെ നാട് നിലനിൽക്കണ്ടേ? ഇത്ര കടുത്ത വർഗീയത പ്രചരിപ്പിക്കരുത്. ഷാഫി 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണ്. മറ്റേതോ കാഫറായ സ്ത്രീക്ക് വോട്ട് ചെയ്യണോ? അത് ചെയ്തു എന്ന് പറയുന്നത് കാസിമാണിത്, ജില്ലാ MSFന്റെ വൈസ് പ്രസിഡന്റാണ്. ഈ ഇദ്ദേഹത്തിന്റെ ID ഉപയോഗിച്ചാണ്, ഇദ്ദേഹത്തിന്റെ ഫേക്ക് ID ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എന്നിട്ട് അതിൽ പറയുകയാണ് ഈ രൂപത്തിലുള്ള പോസ്റ്റ്. ആ പോസ്റ്റ് എങ്ങനെ ഇടുന്നു എന്ന് വെച്ചാൽ, ഒരു ഫേക്ക് ID കാസിമിന്റെ പേരിൽ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഒരു വാട്സാപ്പ് യൂത്ത് ലീഗ് എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് ഗ്രൂപ്പ് അവർ ഉണ്ടാക്കുകയാണ്. അതിൽ കൊടുത്ത ഒരു സ്ക്രീൻഷോട്ട് എടുത്താണ് ഇത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ഇതെവിടെയാണ് നാട്ടിനെ CPM കൊണ്ടുപോകുന്നത്? BJPയേക്കാൾ RSSനേക്കാൾ കടുത്ത വർഗീയതയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ CPM. ഇപ്പൊ മാത്രമല്ല, നേരത്തെയും ഒരുപാട് ഉദാഹരണം, നാദാപുരത്തായാലും തൂണേരിയിലായാലും ഒക്കെ ഒരുപാട് ഉദാഹരണം CPMൻ്റെതുണ്ട്. CPM ജയിച്ചു കയറാനും തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും അവരുടെ നിലപാട് ശരിയാണെന്ന് പറ്റാനും ഏത് കലാപത്തിനായാലും ഏത് കുൽസിത ശ്രമത്തിനും CPM തയ്യാറാവുന്ന കാഴ്ച വടകരക്കാർക്ക് സുപരിചിതമാണ്. പക്ഷെ ഈ കളി തീക്കളിയാണ് CPM കളിക്കുന്നത്. CPMകാരുടെ കുടുംബയോഗത്തിലെ പ്രസംഗങ്ങൾ എന്ത് എന്ന് ചോദിച്ചാൽ, മോദിയെ ന്യായീകരിച്ചുകൊണ്ടും രാഹുലിനെതിരെയുമാണ്. നിങ്ങൾ കേവലം ഒരു വോട്ട് ഇവിടെ ലഭ്യമാകാൻ മോദിക്കെതിരെ, എന്നിട്ട് രാഹുലിനെതിരെ, എന്നിട്ട് മോദിയെ വർണ്ണിച്ചുകൊണ്ടുള്ള പ്രസംഗം നടക്കുകയാണ്. ഈ കുടുംബയോഗങ്ങളിൽ ഈ CPMന്റെ ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുൾപ്പെടെയുള്ള നേതാക്കന്മാർ പ്രസംഗിക്കുന്നത് തനി മാപ്പിള വിരോധമാണ്. എങ്ങനെയാണ് CPMന് ഈ രൂപത്തിൽ പ്രസംഗിക്കാൻ സാധിക്കുക? അപ്പൊ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ആ വിഷയം നിങ്ങളുടെ മുന്നിൽ, ജനങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് വിളിച്ചു ചേർത്തത്. അപ്പൊ അതിന്റെ ഭാഗമായാണ് ഇപ്പോ ഫേസ്ബുക്കിൽ വളരെ മോശമായ പോസ്റ്റുകൾ കൊടുക്കുന്നത്. ഇന്നിപ്പോ രാവിലെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വേണു നേരത്തെ കേസ് കൊടുത്തു. വടകരയിലെ വോട്ടർമാര് നിരോധിത മത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമായ SDPIക്കൊപ്പം വോട്ട് തേടുന്ന ഷാഫി പറമ്പിലിന് നമ്മൾ എന്തിന് വോട്ട് ചെയ്യണം? അതായത് ഇത് ഷാഫിയുടെ ഫോട്ടോ, SDPIയുടെ ഫോട്ടോ, ഷാഫി ഇവരുടെ ആ ഫ്ലാഗിന്റെ ചിഹ്നമൊക്കെ ഇത് ചെയ്തുകൊണ്ട് ഒരു ഷാൾ ഇട്ടുകൊണ്ടാണ്. അപ്പോൾ ഇത് സ്ഥിരമായി ഇവർ ചെയ്യണം. അതിനുശേഷം ഇപ്പോൾ വേറൊരു ഇത് ചെയ്തിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, എന്തൊരു വർഗീയതയാണോ KK ലതികയാണ്, XMLA പോസ്റ്റാണ്. ഇതെന്താണ്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മുടെ നാട് നിലനിൽക്കണ്ടേ? ഇത്ര കടുത്ത വർഗീയത പ്രചരിപ്പിക്കരുത്. ഷാഫി 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണ്. മറ്റേതോ കാഫറായ സ്ത്രീക്ക് വോട്ട് ചെയ്യണോ? അത് ചെയ്തു എന്ന് പറയുന്നത് കാസിമാണിത്, ജില്ലാ MSFന്റെ വൈസ് പ്രസിഡന്റാണ്. ഈ ഇദ്ദേഹത്തിന്റെ ID ഉപയോഗിച്ചാണ്, ഇദ്ദേഹത്തിന്റെ ഫേക്ക് ID ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എന്നിട്ട് അതിൽ പറയുകയാണ് ഈ രൂപത്തിലുള്ള പോസ്റ്റ്. ആ പോസ്റ്റ് എങ്ങനെ ഇടുന്നു എന്ന് വെച്ചാൽ, ഒരു ഫേക്ക് ID കാസിമിന്റെ പേരിൽ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഒരു വാട്സാപ്പ് യൂത്ത് ലീഗ് എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് ഗ്രൂപ്പ് അവർ ഉണ്ടാക്കുകയാണ്. അതിൽ കൊടുത്ത ഒരു സ്ക്രീൻഷോട്ട് എടുത്താണ് ഇത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ഇതെവിടെയാണ് നാട്ടിനെ CPM കൊണ്ടുപോകുന്നത്?
BJP-യേക്കാൾ RSS-നേക്കാൾ കടുത്ത വർഗീയതയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ CPM. ഇപ്പൊ മാത്രമല്ല, നേരത്തെയും ഒരുപാട് ഉദാഹരണം, നാദാപുരത്തായാലും തുണേരിയിലായാലും ഒക്കെ ഒരുപാട് ഉദാഹരണം CPM-ൻ്റെതുണ്ട്. CPM ജയിച്ചു കയറാനും തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും അവരുടെ നിലപാട് ശരിയാണെന്ന് വെക്കാനും ഏത് കലാപത്തിനായാലും ഏത് കുൽസിത ശ്രമത്തിനും CPM തയ്യാറാവുന്ന കാഴ്ച വടകരക്കാർക്ക് സുപരിചിതമാണ്.